എമ്പുരാൻ സിനിമയോട് സംഘപരിവാർ ചൊറിച്ചിൽ തുടങ്ങിയ ഉടൻ തന്നെ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായി സിനിമ കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇങ്ങനൊരു വിവാദം ഈ നാട്ടിൽ കത്തിപ്പടരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട് എന്നതുപോലും അറിയാതെ ഏതോ മാളത്തിൽ പതുങ്ങിയിരുന്ന ചിലരൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സംഘപരിവാറുകാർക്ക് മുന്നിൽ പ്രതിരോധം തീർത്തുകൊണ്ട് സിനിമ അണിയറ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ആ പടം കാണാൻ പോയപ്പോൾ ചിലരൊക്കെ സിനിമ കാണാൻ പോകുന്നു എന്നത് സോഷ്യൽ മീഡിയയിലൂടെ നോട്ടീസ് അടിച്ചിറക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ. VD ഗോൾവാൾക്കറീസൻ എവിടെയാണെന്ന് നമ്മൾ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോൾ എമ്പുരാൻ കാണും എന്നൊരു കാർഡ് അടിച്ചിറക്കിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ കാർഡൊക്കെ അടിച്ചിറക്കി ഞാനിതാ പോകാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ടോ? മൊത്തം പബ്ലിസിറ്റിയാണ്, അല്ലാതെ ആത്മാർത്ഥത കൊണ്ട് ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് സംഘപരിവാറിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? സോഷ്യൽ മീഡിയയിലെങ്കിലും അവർക്കൊരു പിന്തുണ അറിയിക്കണമായിരുന്നു. എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ മാധ്യമ കോലുകൾക്ക് മുന്നിലുള്ള കളിയാണല്ലോ. ഫീൽഡിലിറങ്ങി കളിക്കുക സ്വപ്പം വിറയ്ക്കും. അവിടെയാണ് പിണറായി വ്യത്യസ്തനാകുന്നത്. ഫീൽഡിലിറങ്ങി തന്നെ കളിച്ചു. ആര് പോയി ആര് പോയില്ല എന്ന് നോക്കിയില്ല. അപ്രതീക്ഷിതമായിട്ട് രാത്രിയോടുകൂടി അദ്ദേഹം നേരിട്ട് പോയി സിനിമ കണ്ടു. സിനിമയെ സെൻസർ ചെയ്യാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് അത് കാണാൻ വേണ്ടി അദ്ദേഹം നേരിട്ട് വന്നതോടുകൂടി സിനിമ കാണുന്ന ആവേശവും ഇരട്ടിയായി. അപ്പോഴാണ് മാളത്തിൽ ഇതൊന്നും അറിയാത്ത രീതിയിൽ പതുങ്ങിയിരുന്ന സതീശന് ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ സിനിമ കാണാൻ പോകുന്നു എന്നുള്ള ഒരു പ്രമോഷൻ അങ്ങ് വിട്ടിരിക്കുന്നത്. അതിലെ ഡയലോഗ് ദേ ഇങ്ങനെയാണ്: എമ്പുരാൻ കാണില്ല, കാണരുത്, ബഹിഷ്കരിക്കണം, എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. അങ്ങനെ സംഘപരിവാർ ആഹ്വാനമാണ് എങ്ങും. ഇന്നലെ സിനിമ കാണുമെന്ന് പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് സിനിമ കാണുന്നില്ലെന്ന് പറയുന്നു. ചിലർക്ക് ഉച്ചയായാലും നേരം വെളുക്കില്ല. അങ്ങനെയെങ്കിൽ എമ്പുരാൻ കാണും. അതുകൊണ്ടാണ് കാണുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ കാണൂല എന്ന് പറഞ്ഞാൽ ഞാൻ കാണും. അതാണ് ഞാൻ. അല്ലാതെ എൻ്റെ സ്വന്തം തോന്നലിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഘപരിവാറുകാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേൽ കൈ കടത്തുന്നു, ഒരു സിനിമയുടെ ചരിത്ര രംഗത്തിനു മേൽ അവർക്ക് വല്ലാതെ കുരുപൊട്ടുന്നത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാൻ BJP സംസ്ഥാന പ്രസിഡന്റ് പോകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകും. കാര്യം എൻ്റെ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് BJP സംസ്ഥാന പ്രസിഡന്റിനെ ആശ്രയിച്ചു കൊണ്ട് തന്നെയാണെന്ന് ഗോൾവാൾക്കറീസൻ പറഞ്ഞു നിർത്തുന്നുണ്ട്. കാര്യം ഭാവിയിൽ ആ കസേരയിൽ ചിലപ്പോൾ ഞാനാണല്ലോ ഇരിക്കേണ്ടി വരിക. അതുകൊണ്ട് ആ കസേരയുമായിട്ടാണ് എപ്പോഴും എൻ്റെ മത്സരം. ഞാൻ അതുമായിട്ട് മാത്രമേ എപ്പോഴും മത്സരം വയ്ക്കാറുള്ളൂ. എൻ്റെ ശത്രു ഇപ്പുറത്ത് നിൽക്കുന്നവരാണ്. അവരെ ഞാൻ ആക്രമിച്ചു കൊണ്ടിരിക്കും, എവരുമായിട്ട് ഞാൻ മത്സരം വെച്ചുകൊണ്ടിരിക്കും. ഇതാണ് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പഠിക്കടോ സതീശ എന്ന് പറയേണ്ടി വരികയാണ്. സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് മാധ്യമങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെ അനൗൺസ് ചെയ്തുകൊണ്ടല്ല. അദ്ദേഹത്തിന് ആ വിവാദമുണ്ടായപ്പോൾ സിനിമയ്ക്ക് ഐക്യദാർഢ്യപ്പെടണമെന്ന് തോന്നി അദ്ദേഹം കുടുംബവുമായിട്ട് സ്വകാര്യ വാഹനത്തിൽ നേരെ പോയി സിനിമ കണ്ടു. തിരിച്ച് മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരക്ഷരം പോലും പ്രതികരിച്ചില്ല. ഇപ്പോൾ ഞാനിതാ വരാൻ പോവുകയാണ്, മാധ്യമങ്ങളെല്ലാം അണിനിരന്നോളൂ, എനിക്കിത്തി ഹൈപ്പാകട്ടെ, ഞാനിതാ സംഘപരിവാർ എതിർക്കുന്ന സിനിമ മുഖ്യമന്ത്രി കണ്ടതിന് പിന്നാലെ ഞാനും കാണുന്ന ഒരാളാണ്, എനിക്ക് പേടിയില്ല എന്ന് വരുത്താൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെയാണ് സംഘപരിവാറിനോടുള്ള നേരിട്ടുള്ള പോരാട്ടം. ഈ സോഷ്യൽ മീഡിയയും ചാനലുകളുടെ ക്യാമറകൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതിനെയൊക്കെ എങ്ങനെ നാട്ടുകാർ അറിയുമെന്ന് തോന്നുകയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പോരാട്ടം സംഘപരിവാറിനോട് എങ്ങനെ നടത്തുമെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയത്ത് പോലുമില്ലായിരുന്നു. അവിടെയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ഒരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്ത് നിലപാടെടുക്കണമെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളത്. അത് കാട്ടിക്കഴിഞ്ഞപ്പോൾ പലരും സോഷ്യൽ മീഡിയ പ്രഖ്യാപനവുമായിട്ട് വരുമ്പോൾ തിരിച്ചറിയുക, ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിക്കപ്പുറം സംഘപരിവാറിനെ നേരിട്ട് എതിർക്കണമെന്നുള്ള ആത്മാർത്ഥത പോലുമല്ല. കഴിഞ്ഞ ദിവസമുണ്ടായ വിവാദത്തിൽ ഇന്നാണ് പ്രതികരണത്തിന് പോലും ആംബിയർ ഉണ്ടായത്. എപ്പോൾ മുഖ്യമന്ത്രി സിനിമയും കണ്ട് അഭിപ്രായം പറയും എന്ന് മനസ്സിലാക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചാടിക്കേറി ഞാനൊരു ഡയലോഗും അടിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് സംഘപരിവാറിന്റെ ശാഖകളിൽ പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ താങ്ങ് വണങ്ങി നിന്ന മനുഷ്യന് എങ്ങനെയാണ് അവർ നടത്തുന്ന ചില ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ശബ്ദമായി മാറാൻ കഴിയുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമല്ലേ?